പകർന്നായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും അതിനൊരു സ്നേഹം ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ ഒരു സെൽഫി എടുക്കും ഒക്കെ ഭയങ്കരമായിട്ട് സുരേഷേട്ടൻ്റെ മോനെന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് അത് ഗോകുൽ എന്ന് പറയുന്ന ഒരു ആക്ടർ പേഴ്സൺ നോക്കി കാണുന്നത് എങ്ങനെയാണ്? സ്വന്തമായിട്ട് ഒരു പേര് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അച്ഛൻ്റെ വലിപ്പം പലപ്പോഴും അച്ഛൻ്റെ വലിപ്പത്തിൻ്റെ നിഴലിൽ ഞാൻ എന്നെ കാണാതായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നോക്കും. സിനിമ ഇപ്പം തിയേറ്റർ റിലീസ് ആവുകയാണ്. നിങ്ങൾ പ്രിവ്യൂ ഷോയിലൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ തിയേറ്റർ റിലീസ് ആവുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? നമുക്ക് പ്രിവ്യൂ കൊടുത്തപ്പോൾ തന്നെ കിട്ടിയ റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലായിരുന്നത് കാരണം നമുക്ക് ഈ സിനിമ വളരെ നല്ലതായിട്ട് തിയേറ്ററിൽ ആ തിയേറ്റർ റൺ കിട്ടിയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഒരു OTT പടം പോലെ ചെയ്തത്. ഞങ്ങൾ തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാനുള്ളൊരു ഫോമാറ്റിലോട്ട് മാറ്റിയത്. അപ്പോൾ എല്ലാവരും കണ്ട് സിനിമ വിജയിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ. സിനിമ വിജയിക്കുക ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് വീണ്ടും തുടരെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സിനിമ വിജയിക്കുമെന്ന് അതിനെല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും സിനിമ പോയി കാണുമെന്നും തിയേറ്ററിൽ വിശ്വസിക്കും. ഓക്കെ, താങ്ക് യു.